നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ദൈവദൂതൻ്റെ ഈ വാക്കുകളിലൂടെയാണ് ലോകരക്ഷ സംജാതമായത്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെയും ഇവൾ കാണിച്ചു തന്ന ദൈവപുത്രനെയും നമുക്ക് ഒന്നുകൂടി അറിയാൻ ശ്രമിക്കാം. എല്ലാ പ്രേക്ഷകരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന അഭിസംബോധന പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്ന സ്നേഹചുംബനങ്ങളാണ്. അമ്മയ്ക്ക് കൊടുക്കുന്ന ചെമന്ന റോസാപുഷ്പങ്ങളാണ്. മാലാഖമാരോടും വിശുദ്ധയായ എലിസബത്തിനോടും ചേർന്ന് നമുക്കും പറയാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ അമ്മയോട് കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിൻ്റെ അമ്മേ സ്വസ്തി. സ്ത്രീകളിൽ തന്നെ നിന്ന പ്രദാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമോ, ഞങ്ങൾ പാടി പുകഴ്ത്തിയിടുമോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിൻ്റെ അമ്മേ സ്വസ്തി. കണ്ണീരിൻ്റെ താഴ്വരയാകുന്ന ഈ ഭൂമിയിൽ അമ്മേ, നീ മാത്രമാണ് ഞങ്ങൾക്ക് അഭയം. നീ ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. കണ്ണീരിൻ താഴ്വര ആകുമീ ഭൂമിയിൽ, നീയെല്ലാരുമെല്ലഭയം. കണ്ണീരിൻ താഴ്വര ആകുമീ ഭൂമിയിൽ, നീയെല്ലാരുമെല്ലഭയം. തന്നിടും നമ്മേ നിൻ കൈകളിൽ ഞങ്ങളെ നീ കാത്തു പാലിച്ചിടേണേ. തന്നിടും നമ്മേ നിൻ കൈകളിൽ ഞങ്ങളെ നീ കാത്തു പാലിച്ചിടേണേ. നീ കാത്തു പാലിച്ചിടേണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിൻ്റെ അമ്മേ സ്വസ്തി. പരിശുദ്ധ അമ്മേ, ഈശോയെ സ്നേഹിക്കാൻ നീ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ടല്ലോ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും ഈശോയിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നിന്റെ മഹോന്നത മാതൃകയ്ക്കൊത്ത പോൽ നല്ലവരായിടാം ഞങ്ങൾ. നിന്റെ മഹോന്നത മാതൃകയ്ക്കൊത്ത പോൽ നല്ലവരായിടാം ഞങ്ങൾ. എന്നും ഈ മക്കൾക്ക് സാന്ത്വനമേകുന്ന ആർദ്രമാം നിൻ മാതൃ സ്നേഹം. എന്നും ഈ മക്കൾക്ക് സാന്ത്വനമേകുന്ന ആർദ്രമാം നിൻ മാതൃ സ്നേഹം. ആർദ്രമാം നിൻ മാതൃ സ്നേഹം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിൻ്റെ അമ്മേ സ്വസ്തി. സ്ത്രീകളിൽ ധന്യേ
നിന്നപദാനങ്ങൾ പാടി പുകഴ്ത്തിയിടുന്നു. ഞങ്ങൾ പാടി പുകഴ്ത്തിയിടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവിൻ്റെ അമ്മേ സുസ്തി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, കുരിശിൻ്റെ ചുവട്ടിൽ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. വാസ്തവത്തിൽ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അമ്മയെ ഭരമേൽപ്പിച്ചു കൊടുത്തത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഈശോ അന്ന് ആ ശിഷ്യനെ മാത്രമല്ല അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വരുന്ന ഓരോരുത്തരെയുമാണ്. എന്നെയും നിന്നെയും ഏൽപ്പിച്ചു തരികയാണ് ഈശോ. പരിശുദ്ധ അമ്മയെ, ഇതാ നിൻ്റെ അമ്മ. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ 2 സമ്മാനങ്ങൾ ഗിഫ്റ്റ്സ് ഇൻ പാർ എക്സലൻസ് എന്നാണ് പറയുക. അതാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. റൊസാരിയും വെർജിനിസ് മരിയെ എന്ന് പറയുന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ ജപമാലയിൽ ധ്യാനിക്കുന്നത് എന്താണോ അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അമ്മ ആരാണെന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയെ ബൈബിളിൽ നമ്മൾ കാണിച്ചു തരുന്ന ഇപ്രകാരമാണ്. അതായത് ഒരിക്കലും ചിന്തിക്കാനോ ആലോചിക്കാനോ സാധിക്കാത്ത ഒരു കാര്യത്തിന് മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞവളാണ് മാതാവ്. ഇതാ കർത്താവിൻ്റെ ദാസി. ഓർക്കണം, ഒരിക്കലും ചിന്തിക്കാനും ഒരിക്കലും ആർക്കും ആലോചിക്കാനും കഴിയാത്ത കാര്യത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചവളാണ് അമ്മ, വിശ്വാസം കാണിച്ചവളാണ് അമ്മ. അതുകൊണ്ട് തന്നെയാണല്ലോ അവൾ ആദ്യമൊക്കെ ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി. ഏതായിരുന്നു വചനം? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാകുന്നില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ മുമ്പിൽ വന്നിട്ട് ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആദ്യമുണ്ടാകുന്ന ഒരു അസ്വസ്ഥത മാത്രമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കലാപ്പിൻ്റെ അല്ല, ഒരു പക്ഷേ ആകുലത, അതിൻ്റെ അതായത് ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു 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 വിഷമമെന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ എന്താ സംഭവിച്ചത്? അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ധൈര്യശാലിയായ ഒരു കന്യകയാണ് നമ്മളവിടെ കാണുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരമ്മയല്ല, ധൈര്യശാലിയായ ഒരമ്മ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ആ നിമിഷത്തിൽ തന്നെ അത്യുന്നതൻ്റെ ശക്തി അവളിൽ ആവസിച്ചല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണല്ലോ മാതാവ് പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. മാതൃഭക്തരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ചിന്ത, എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്ത ഇതാണ്. അതായത് ദൈവത്തിനൊന്നും അസാധ്യമല്ല. അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാതിരിക്കാനാവില്ല എന്നുള്ള വലിയ ഒരു ബോധ്യം മാതൃഭക്തർ കൊണ്ട് ഉറപ്പാണ്. അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയെ കൂട്ടുപിടിക്കാൻ നീ തയ്യാറാണോ? ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകാതിരിക്കുകയില്ല എന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
ഒരുപാട് അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ ഈ വലിയ മനസ്സ്, അതായത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നമുക്ക് തന്ന ഈ സമ്മാനം ഉണ്ടല്ലോ, ആ അമ്മയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സ്, നമുക്ക് കിട്ടുന്ന ഒരു ചൈതന്യം എന്താണെന്നറിയാം പ്രിയപ്പെട്ടവരെ? തമ്പുരാൻ്റെ മുമ്പിൽ വലിയൊരു ധൈര്യമാണ്, വലിയ ധൈര്യം. അതായത് മാതാവിനുണ്ടായിരുന്ന വലിയൊരു ധൈര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട് അവിടെ. ആ ധൈര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആത്മധൈര്യം എന്ന് പറയുകയല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഭയം, ആകുലത. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പരീക്ഷയ്ക്ക് അറിയാൻ പറ്റുന്നില്ല, ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് സാധിക്കുന്നില്ല, ഒരു കാര്യവും ചിലപ്പോൾ തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അവരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, നിനക്ക് നിൻ്റെ അമ്മയുടെ, പരിശുദ്ധി അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടക്കാൻ പറ്റുമോ? നിൻ്റെ ജീവിതത്തിലെ ഈ ഭയത്തിൻ്റെ മേഖലയിൽ പൂർണ്ണമായ വിടുതൽ കിട്ടിയിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതിന് ശേഷം അത് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാവോ? ചടുലത എന്ന് പറയും. ചടുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് എലിസബത്ത് ഗർഭിണിയാണ് എന്നുള്ള കാര്യം മാതാവ് അറിയുന്നത്. മാതാവ് എന്താ ചെയ്യുന്നത്? ആ മലമ്പ്രദേശങ്ങളിലൂടെ നടന്ന് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്ന അമ്മയെയാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഉണ്ടോ? നോർത്തി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന ഒരമ്മ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ജീവിതത്തിലൊക്കെ എന്തുമാത്രം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ഓർത്ത് നോക്കിയേ. 10ഉം 12ഉം 14 മക്കളും കന്നുകാലികളും, അതോടൊപ്പം തന്നെ പ്രാരാബ്ധങ്ങൾ, ഞെരുക്കങ്ങൾ, ഈ രാവിലെ 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റുള്ള അധ്വാനവും, വൈകുന്നേരം രാത്രി 8ഉം 10 മണിക്കൊക്കെ കിടന്നുറങ്ങുന്ന ഈ മാതാപിതാക്കളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് നിസ്സാര ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ തളർന്നു പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പണ്ടത്തെ തലമുറ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. എന്താണെന്നറിയാവോ? ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ, മാതാവിൻ്റെ കൈപിടിച്ചാണ് അവർ നടന്നിരുന്നത് പ്രിയപ്പെട്ടവരെ. ജപമാല ചൊല്ലിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ അധരങ്ങളിൽ നിന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു സുഹൃതജപം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായൊരു പ്രാർത്ഥന ആയിരുന്നില്ല. അതായത് എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞ് ആ അമ്മയുടെ ചാരയെ നടക്കുന്ന ഏതൊരു വ്യക്തിക്കാണ് പ്രിയപ്പെട്ടവരെ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുമാത്രം കഷ്ടപ്പാടുകളുടെ എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചടുലമായിട്ട് ജീവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇന്നും ഓർത്ത് നോക്കിക്കോ, ഇന്നും വിശ്വാസത്തിൻ്റെ തലത്തിൽ, ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൽ, സമർപ്പിത ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ, പ്രേക്ഷിത തീഷ്ണതയിൽ ജ്വലിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. മാതൃഭക്തരായിരിക്കും അവർ. മാതാവിനോട് വലിയ സ്നേഹമായിരിക്കും. ഒരിക്കലും ക്ഷീണം ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാകില്ല. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ചിന്തയായിരിക്കും. അലസത ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധി അമ്മയോടുള്ള വലിയ സ്നേഹം എന്ന് പറയുന്ന ആത്മാവിൻ്റെ വലിയ നിറവ്, ആ വലിയ ആത്മധൈര്യം, വലിയ ചടുലത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം കൃത്യം ചെയ്യാനുള്ള വലിയ മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധി അമ്മ അതിന് നമ്മളെ സഹായിക്കും. നിൻ്റെ ജീവിതത്തിൽ അലസത ഉണ്ടാകുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അമ്മയുടെ കൈ പിടിക്കുക. നിനക്ക് ഒരു ധൈര്യമില്ലെന്ന് നിനക്ക് തോന്നലുണ്ടോ? അമ്മയോട് ചേർന്ന് നടക്ക്. ആത്മാവിൻ്റെ വലിയ നിറവിൽ നിനക്ക് അതെല്ലാം ഈശോ തരും, ഉറപ്പാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രാർത്ഥിച്ചവളെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വലിയൊരു നിറവ് ഞങ്ങൾക്ക് നൽകണമേ, ആത്മധൈര്യം നൽകണമേ, ഭയത്തിൻ്റെ മേഖലയിൽ ഞങ്ങൾക്കൊരു വിടുതൽ നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാൻ, ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാനുള്ള കൃപ ഞങ്ങൾക്കായി വാങ്ങിച്ചു തരണമേ. ആമേൻ.
പരിശുദ്ധ അമ്മയുടെ അടുത്തിരിക്കാൻ സിസ്റ്ററിന് ഒത്തിരി ഇഷ്ടമുണ്ട്. നിങ്ങൾക്കും അങ്ങനെയല്ലേ? അങ്ങനെ ആവണം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയെ വളർത്തിയതുപോലെയാണ് നമ്മെ വളർത്തുന്നതും ശ്രദ്ധിക്കുന്നതുമെല്ലാം. സിസ്റ്റർ ഒരു അനുഭവം ഓർക്കുന്നു. ഒരു ഒക്ടോബർ മാസം ഞങ്ങൾ സിസ്റ്റേഴ്സ് 2 പേരായി രാവിലെ നിശബ്ദമായ ജപമാല ചൊല്ലി പള്ളിയിലേക്ക് പോവുകയാണ്. പോകും വഴി ഞാനും എൻ്റെ കൂടെ വേറൊരു സിസ്റ്ററും ഏറ്റവും മുമ്പിൽ ഒരു വലിയ പട്ടി ഞങ്ങളുടെ നേരെ കടിക്കുവാനായി വന്നു. ആ പട്ടി വരുന്നത് കാണുമ്പോഴേ അറിയാം അതിൻ്റെ കടി ഉറപ്പാണ്. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററും മുഖത്തോട് മുഖം ചേർന്ന് കെട്ടിപ്പിടിച്ചു നിന്നു. പട്ടി കാലുകുത്തി കൈകൾ രണ്ടും ദേഹത്തോട്ട് ചേർത്ത് വെച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് പട്ടി എവിടെയായിരിക്കും കടിക്കുക, സാരിയുടെ എവിടെയായിരിക്കും കീറുക എന്ന് ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും ഞാൻ ഒരൊറ്റ വിളി വിളിച്ചു, അമ്മേ എന്ന്. കണ്ണുകളടച്ച് അമ്മേ എന്ന് വിളിച്ചു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പട്ടി എവിടെയില്ല. ഞങ്ങളുടെ പിന്നാലെ വന്ന സിസ്റ്റേഴ്സിനെയും കാണുന്നില്ല. പട്ടി വരുന്നത് കണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ 2 പേരും പട്ടിയുടെ കടി കൊള്ളാതെ സുരക്ഷിതരായി അവിടെ നിൽക്കുകയാണ്. പേടി തോന്നി. എങ്കിലും ഈ നിമിഷം സിസ്റ്റർ വിശ്വസിക്കുന്നു, അമ്മേ എന്ന് വിളിച്ച ആ വിളിയിൽ തീർച്ചയായും എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി. ആ കടിക്കാൻ വന്ന പട്ടിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ, കർത്താവിൻ്റെ അമ്മ ഈ നിമിഷം നമ്മുടെ കൂടെ. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് തുടർന്നു വരുന്ന ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അനുപമ സ്നേഹമാണമ്മ, അനശ്വര ഭാവമാണമ്മ. ഇന്നെൻ്റെ ആത്മാവിൽ കുറുകും പ്രാവേ, നീ എൻ്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ. അമ്മ, എൻ്റെ സ്വർഗീയ അമ്മ, അമ്മ എൻ്റെ കർത്താവിൻ അമ്മ. പരിശുദ്ധ അമ്മേ, മാതാവേ, നിന്റെ പുത്രന് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾക്ക് സമ്മാനമായി കിട്ടിയ ദാനമാണ് അമ്മ. അമ്മേ, എൻ്റെ കർത്താവിൻ്റെ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ അമ്മേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. നീ നിന്റെ നാഥന്റെ മലരാണു മാതേ, നീ നിന്റെ പുത്രന്റെ കനിവാണു പൂവേ. അന്നെന്റെ കർത്താവ് കൽപ്പിച്ചു തന്നു അമ്മ, എൻ്റെ സ്വർഗീയ അമ്മ, അമ്മ എൻ്റെ കർത്താവിൻ അമ്മ. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഭാരപ്പെടുന്നു. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടമ്മേ. അമ്മ അതെല്ലാം അറിയുന്നുണ്ടല്ലോ. അമ്മേ, ഏറ്റെടുക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. അമ്മേ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
സ്വർഗീയ അമ്മ അമ്മ എൻ്റെ കർത്താവിൻ അമ്മ അനുപമ സ്നേഹമാണമ്മ അനശ്വര ഭാവമാണമ്മ ഇന്നെൻ്റെ ആത്മാവിൽ കുറുകും പ്രാവേ നീ എൻ്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ അമ്മ എൻ്റെ സ്വർഗീയ അമ്മ അമ്മ എൻ്റെ കർത്താവിനമ്മ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ. ശാന്തമാകാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക്, ആ അമ്മത്തൊട്ടിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ ജീവിത പങ്കാളി വേണ്ട വിധം മനസ്സിലാക്കാത്തതിൻ്റെ നൊമ്പരം, മക്കൾ വേണ്ട വിധം സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്തതിൻ്റെ ഭാരം, സമൂഹ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കപ്പെടാൻ പറ്റാത്തതിൻ്റെ ഭാരം, പ്രിയപ്പെട്ടവരെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ സമയം നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മേ, അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഇനി നമുക്ക് സങ്കടങ്ങളില്ല. അമ്മയെല്ലാം ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കാം. പൂർണ്ണമായും നമ്മെയും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നാം വിട്ടുകൊടുക്കുന്നു. ആത്മനാ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന സുഹൃത്ത് ജപം ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, കർത്താവിൻ്റെ അമ്മേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. എൻ്റെ അമ്മേ, കർത്താവിൻ്റെ അമ്മേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാമോ? എൻ്റെ അമ്മേ, കർത്താവിൻ്റെ അമ്മേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. എൻ്റെ അമ്മേ, കർത്താവിൻ്റെ അമ്മേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ.